ഒരിക്കലും ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഫാൻ ബോയ് ഒരിടത്ത് പറയുന്നത് കേട്ടു, നമുക്ക് മോഹൻ ബഗാൻ മാത്രം പോരാ, കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇന്ത്യൻ ഫുട്ബോളിനോട് ഒരു കൂറുള്ള ക്ലബും കൂടി വേണം, എങ്കിൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ചയുള്ളൂ എന്നുള്ളത്. അതായത് ഏതൊരു മികച്ച താരത്തെയും ക്യാഷ് കൊടുത്ത് സ്വന്തമാക്കുന്ന ഒരു ക്ലബ്ബ് മാത്രം പോരാ, താരങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ക്ലബ്ബ് വേണമെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് വലിയ ട്രാൻസ്ഫർ ഫീ ഒന്നും കൊടുത്ത് താരങ്ങളെ സ്വന്തമാക്കാത്തതെന്ന്. അതുമാത്രമല്ല, വലിയ ഫീ കിട്ടിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിൽക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ ഉദ്ധരിക്കാനാണ്, അല്ലാണ്ട് അതൊരു ബിസിനസ് മൈൻഡോട് കൂടിയേ അല്ലെന്നുള്ളത് വെറുതെ തെറ്റിദ്ധരിച്ചു. എന്തിനാണ് ഇതിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടിപ്പിക്കൽ കുറ്റം പറച്ചിൽ വീഡിയോ ആണ് എന്ന് പലരും ചിന്തിക്കാം. യൂത്ത് ഡെവലപ്മെന്റ് തന്നെയാണ് വിഷയമായിട്ട് വരുന്നത്. അതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസം തോമസ് തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ പരിശീലകൻ, അദ്ദേഹം സീനിയർ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഐഡന്റിറ്റി എന്നൊക്കെ മാനേജ്മെന്റും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ PR ടീംസും ഒക്കെ പറയുന്നതാണല്ലോ, യൂത്ത് ഡെവലപ്മെന്റ് ആണ് ബ്രോ, യൂത്ത് ഡെവലപ്മെന്റ് ആണ് എന്നാണെങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത ഫാൻസിന്റെ ഇടയിലൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യൂത്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് യൂത്ത് ലെവലിൽ വർക്ക് ചെയ്തിട്ട് ആ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ട് സക്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു പ്ലെയറെ ഉണ്ടാക്കിയെടുത്തിട്ട് ഏറ്റവും വലിയൊരു ലെവലിലേക്ക് എത്തുമ്പോൾ തൂക്കി വിൽക്കുന്നതല്ല. ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ തോമസ് തോഷിന്റെ വിഷയമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ്. കാരണം തോമസ് തോഷ് വന്നതിന് ശേഷം നമുക്ക് ഈ റിസർവ് ടീമിൽ നിന്ന് സീനിയർ ലെവലിലേക്കുള്ള ആ ഒരു ചാനൽ അത് കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. ഒരുപാട് നല്ല പ്ലേയേഴ്സ് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ പറ്റി പൊതുവെ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണുള്ളത്. അപ്പം തോമസ് തോഷ് പോകുന്നൊരു സാഹചര്യത്തിൽ ആരായിരിക്കും ആ ദൗത്യം ഏറ്റെടുക്കുക? പ്രത്യേകിച്ച് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ സിസ്റ്റം എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ അറിയത്തില്ല, പിന്നെ ഫാൻസിന് എങ്ങനെ അറിയാനാണ് എന്ന് പറയുന്നൊരു കാര്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, പുതിയ ആൾ വരും, ഈ പറഞ്ഞ യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ചാനലൊക്കെ ക്ലിയർ ആയിട്ട് നടക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം എനിക്ക് വരാൻ കാരണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കരോളിസ് വന്നു, കരോളിസിൻ്റെ ആദ്യത്തെ സീസണിൽ കിബുവിക്കൂടെ കൊണ്ടുവന്ന് കുറച്ച് പാളിച്ചകളൊക്കെ സംഭവിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഇവാൻ വന്നതിന് ശേഷം ആദ്യത്തെ സീസൺ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, യെസ് പുള്ളി വർക്ക് തുടങ്ങി കഴിഞ്ഞു, ഇനി നമ്മൾ ഓരോ സീസണും ഒരു സക്സസ്ഫുൾ ഒരു രീതിയിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കിയത് ആ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂക്കായിരുന്നു, ഒരു വൺ സീസൺ വണ്ടർ മാത്രമായിരുന്നു എന്നുള്ളത്. കാരണം ഇവാനെ പോലത്തെ ഒരു നല്ല കോച്ച്, അദ്ദേഹം നല്ല കോച്ചാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ സീസണിൽ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഒത്തു വന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിലൊക്കെ പലരും പറയുന്നുണ്ട്, നമുക്കിപ്പം ഇവാൻ്റെ ഫസ്റ്റ് സീസണും അത്ര വലിയ മികച്ച ടീമൊന്നും ആയിരുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ നമുക്ക് ചില അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം 5 മികച്ച വിദേശ താരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ചെഞ്ചോ മാത്രമാണ് മറ്റു പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു ടോപ്പ് ക്വാളിറ്റി ഫോർമർ ഉണ്ടാതിരുന്നത്. പിന്നെ നമുക്ക് ഓപ്ഷൻസ് പലയിടങ്ങളിലും കുറവായിരുന്നു, എസ്പെഷ്യലി മിഡ്ഫീൽഡിലൊക്കെ കുറവായിരുന്നെങ്കിൽ കൂടി നമുക്ക് ഇഞ്ചുറി കൺസേൺസ് അത്ര അങ്ങോട്ട് ബാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ, ഇഞ്ചുറികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയ തോതിൽ സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതൊരു ഫ്ലൂക്കായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അടുത്ത സീസണുകളിലും അതിൻ്റെ അടുത്ത സീസണുകളിലും ഒക്കെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ മാർക്കറ്റിനെയൊക്കെ സമീപിച്ചു എന്നുള്ളതും പിന്നീട് അതിൻ്റെ പരിണിത ഫലങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സീസണിൽ എത്തി വന്ന് നിൽക്കുന്നതും. കാരണം ഇവാൻ പോയപ്പോഴത്തേക്കും അവിടെ തീർന്നു പരിപാടി. ഇപ്പോൾ വന്ന കോച്ച് ഇവാനുമൊക്കെ ആയിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു സ്റ്റാർ. ഇനിയിപ്പം പുതിയ കോച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതല്ലാണ്ട് ഇപ്പോൾ ലിവർപൂളൊന്നും അല്ലല്ലോ കോപ്പ് പോയ ഉടനെ ആർനെ സ്ലോട്ടിനെ പോലത്തെ കോച്ചിനെ കൊണ്ടുവന്നിട്ട് കപ്പടിക്കാനായിട്ട്. അതാണ് പറയുന്നത്, ഒരു പ്രോപ്പർ സിസ്റ്റം എന്താണ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു റിസർവിൽ നിന്ന് മെയിൻ ടീമിലേക്കുള്ള ഒരു ചാനൽ അത് എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് എന്താ പറയുക, വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലബിൻ്റെ സിസ്റ്റം എന്താണ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഇതാണ് നമുക്ക് ഏറ്റവും വില കൊടുത്തും നല്ല ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് ആ ടീമിനെയും കൊണ്ട് നമ്മൾ ഒരു സക്സസ്ഫുൾ ആണെങ്കിൽ ഓക്കെ. ഇതിലേതാണ് നമ്മളുടെ ഒരു സിസ്റ്റം എന്നുള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നേ കൊള്ളായിരുന്നു. നമ്മുടെ സിസ്റ്റം എന്താണ്? ഏറ്റവും നല്ലൊരു പ്ലെയറെ ഉണ്ടാക്കിയെടുക്കുന്നു, ഓക്കെ, എന്നിട്ട് ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീ കൊടുക്കുമ്പം സെല്ല് ചെയ്യുന്നു. അത് ഒരു സക്സസ്ഫുൾ ക്ലബിൻ്റെ പാറ്റേൺ ആണോ? അറിയില്ല. എന്താണെങ്കിലും തോമസ് തോഷിൻ്റെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്ന് സംസാരിക്കണം എന്ന് തോന്നി കണക്ട് ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിലൊന്ന് എഴുതാം. മറ്റൊരു കാര്യം സനിയ.